ഹലോ ഹലോ അബീറേ. ആ ആ ആരാ? നിങ്ങളൊരു വയത് പറയുമ്പോ ഒരു വീഡിയോ കണ്ടല്ലോ. ആ നിങ്ങളാരാണ്? ഒരു നിങ്ങളാരാണ്? ഞങ്ങളാരെങ്കിലും ആയിക്കോട്ടെ അബീബാവോ. അപ്പൊ നീ പേരും അഡ്രസ്സെല്ലാം കിട്ടണ? അത് വേണമല്ലോ, രണ്ടാൾ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ അമീറാണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ആരാന്ന് എനിക്കറിയണ്ടേ? എപ്പോഴേ ദേശമുള്ളൂ ഇതിന് സംസാരത്തിന്. ഞാൻ ആരെങ്കിലും ആകട്ടെ, ഞാനൊരു സുന്നി. ഞാനൊരു സുന്നി. ആ എന്നിട്ട് പറ സുന്നിയെ. മുസ്ലിമായ സുന്നിയായ സുന്നി. മുസ്ലിമായ സുന്നിയോ? അസിലി സുന്നി. അത് ശരി, ഞാൻ കേട്ടോ മുസ്ലിമായ സുന്നി എന്നാണ്. അങ്ങനെയാണല്ലോ പൊതുവേ. സുന്നിക്ക് അസിലുണ്ട്, അത് അസില് സുന്നിയാവും. ഞാൻ മുസ്ലിമായ സുന്നി എന്നാ കേട്ടത്. ബാക്കിയെല്ലാം പഠിച്ചതാ. പറ സുന്നിയ. പഠിച്ചിട്ട് പറ സുന്നിയ. പറ എന്താ എന്റെ പ്രശ്നം പറ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ നിന്നാക്കണി പ്രായമുണ്ട്. അപ്പൊ എനിക്കറിയില്ല പ്രായമുണ്ട്. എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സുണ്ട്? എന്റെ പേരൻ അതൊന്നും നീ പറയണ്ട. നീ ഒരാളെ വിളിക്കുമ്പോ നീ അല്ലല്ല, എന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ഇജ്ജിന്റെ മൂത്തതാണോ ഇളയതാണോ എന്റെ വയസ്സും പറയാൻ തയ്യാറല്ല. അപ്പൊ ഞാൻ ഇജ്ജെന്ന് വിളിക്കും. ഇജ്ജിപ്പോ എന്റെ 10 വയസ്സിന് ഇളയതാണെങ്കിലോ അപ്പൊ ഞങ്ങളൊന്ന് വിളിക്കണം, ബഹുമാനപ്പെട്ടവരെ വിളിക്കണം. ഞാൻ നിന്റെ 10 വയസ്സിന്റെ 5 വയസ്സ് ഒരു 4 വയസ്സിന്റെ മൂത്തതാണ്. എനിക്ക് എത്ര വയസ്സുണ്ട് അറിയോ? അല്ല പേരുണ്ടോ? എന്നാ പിന്നെ ആ വിഷയം പെടുന്നു. അടുത്ത് കം ടു ദ പോയിന്റ്. പോയിന്റിക്ക് വാ. പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. പറഞ്ഞോ. പിന്നെ നീ ഇന്നലെ ഞാനൊരു വീഡിയോ 3-4 ദിവസമായി എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന്റെ വീഡിയോ കാണാനില്ല. കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹ് ഇതായിട്ടെ. കാന്തപുരം മുടി വിറ്റു. മോനെ വെറുതെ മുടി വിറ്റ്. ആരും കാന്തപുരം മുടി വിറ്റത്? ഞാനിപ്പോ ഏറ്റുകാരനൊന്നല്ല, ഞാൻ സുന്നിയാണ്. എന്റെ സുന്നിയാണ്. കാന്തപുരം മുടി വിറ്റു? കാന്തപുരം നിങ്ങൾ മുടി വിറ്റില്ല. നിങ്ങൾ എന്റെ ബാലുശ്ശേരി അടക്കം പറയുന്നത് മുടിക്ക് വർക്കത്ത്. ബാലുശ്ശേരി പറഞ്ഞല്ല, അമീർ പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുക. കാന്തപുരം മുടി വിറ്റു നീ അവിടെ പറഞ്ഞു? മുടി കൊടുക്കുന്നത് നബിന്റെ മുടി ഇറങ്ങി ജനങ്ങളെ വഞ്ചിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാടോ നീ ബാലുശ്ശേരിനെ പിൻപറ്റുന്ന ആളല്ലേ? ഒട്ടുമുട്ട തീരാത്ത എന്നോട് ആര് പറഞ്ഞു? ഞാൻ ബാലുശ്ശേരിനെ പിൻപറ്റുന്ന ആളല്ല, ബാലുശ്ശേരി എന്നെ പിൻപറ്റുന്ന ആളുമല്ല. എന്നോട് ആരത് പറഞ്ഞു? നീ മുജാഹിദ് ആശയക്കാരൻ, നീ ബാലുശ്ശേരിന്റെ ആളാണ്. എന്നോട് ആര് പറഞ്ഞു? ഞാൻ ബാലുശ്ശേരിന്റെ ആളുമല്ല, ബാലുശ്ശേരിന്റെ ആളുമല്ല. പോരെ, ഞാൻ ആരാളല്ല, ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ ആളാണ്. ഈ ബാലുശ്ശേരിന്റെ ആളിന് അതിങ്ങനെ തീരുമാനിക്കല്ലോ? അതിങ്ങനെ തീരുമാനിക്കല്ലോ? ബാലുശ്ശേരി പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ബാലുശ്ശേരിനെ വിളിച്ചു ചോദിക്ക്. എനിക്ക് ഞാൻ ചെയ്ത വീഡിയോയിലും എങ്ങനെ ജനങ്ങൾ കേൾക്കുന്നത് അതെനിക്ക് മറുപടി കിട്ടുമ്പോൾ ചിലപ്പോൾ ഇന്ന ചീത്ത പറയാൻ ചൂടായിട്ട് കാര്യമില്ല. ഞാൻ ചൂടാകല്ല. ഇജ്ജ് പറഞ്ഞോ, എനിക്ക് പറയാനുള്ള പറയാം. എന്താ എന്റെ വിഷയം എന്ന് പറയാം. ഹലോ, എന്റെ വിഷയം എന്താന്ന് പറയേ? വിഷയം തന്നെ. എനിക്ക് കണ്ടുമാരെല്ലാ വീഡിയോകളിൽ നിങ്ങൾ അവരെ ചീത്ത പറയുക, അവരെ എന്താ പറയാ, പിന്നെ തരം താഴ്ത്തി കെട്ടുക. അതാണ് എന്റെ മെയിൻ ഹോബി. എന്റെ നേരം പോക്ക്, എന്റെ മെയിൻ ഹോബി അതാണ്. ഓലെ തരം താഴ്ത്തി കെട്ടലും ഓലെ ചീത്തറലും. എന്റെ മെയിൻ ഹോബി നിങ്ങൾ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഈ ഹംക്കുകളെ തരം താഴ്ത്തി കെട്ടലും അവരെ ചീത്ത പറയലും എന്റെ ഹോബി. അത് എനിക്കൊരു ലഹരിയാണെന്ന് കൂട്ടിക്കോ. എന്താ പ്രശ്നം? അതാണ് മോനെ ഹംക്ക് എന്ന് പറഞ്ഞ. നീ നിന്റെ സ്റ്റോറി ഞാൻ കേട്ടിരുന്നു. നീ ആദ്യം വലിയ ഏറ്റിക്കാനാന്നെല്ലാം പറഞ്ഞ സമയം അതെല്ലാം മുജാഹിദാണ് ചെയ്തൊരു മൈൻഡ് പരിപാടിയാണ്. ഞാൻ അങ്ങനെയാണ് എസ്എസ്എഫിന്റെ കൊടി കിട്ടി. പിന്നെ ഞാൻ ഹിദായത്ത് പോയ പിന്നെ മുജാഹിദിന്റെ ഒറ്റ പരിപാടിയാണ്. എല്ലാ പണ്ഡിതന്മാരും ആദ്യം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന മൗലൈമാരെ അടക്കുക. കാന്തപുരം കള്ളനാണ്, ഇന്ന കള്ളനാണ്, പിന്നെ തുടങ്ങിയതാ. നിങ്ങൾ സത്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. സത്യം കാന്തപുരം കള്ളനാന്നുള്ള സത്യം നമ്മൾ ജനങ്ങളോട് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതിപ്പോ എന്താ ചെയ്യാം നമ്മള്? എനിക്കിപ്പോ കാന്തപുരം ഭൂലോക സത്യസന്ധനാന്ന് പറയാൻ പറ്റുമോ? ഭയങ്കര സത്യമാണ്. ആ കാക്ക ഭൂലോക സത്യസന്ധനാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലാത്ത നുണ പറഞ്ഞ ശീലമില്ലാത്തോണ്ടാണ് കുഞ്ഞെ. എനിക്ക് നുണ പറഞ്ഞ ശീലമില്ല. നുണ പറഞ്ഞ ശീലമുണ്ടെങ്കിൽ ഞാൻ കാന്തപുരം നല്ലവനാണ്, കാന്തപുരം മുന്തിയ ആളാണ്, കാന്തപുരം എല്ലാവർക്കും മാതൃക ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ശീലമുള്ളതുകൊണ്ടാണ് കാന്തപുരം കള്ളനാന്ന് ഞാൻ പറഞ്ഞത്. എന്താ എന്റെ പ്രശ്നം?
കള്ളെന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നീ പറയുന്ന മൊത്തം തെറ്റാണ്. കാരണം നമ്മളിന്ന് കള്ളം തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ തെറ്റിട്ടോടെ ഇത് ഞാൻ പറയുന്ന ഓരോ വാചകങ്ങൾ നോട്ടുകൾ രേഖപ്പെടുത്തിയിട്ട് തെറ്റ്, അടുത്ത വാചകം എഴുതിയിട്ട് തെറ്റ്, അടുത്ത വാചകം എഴുതി തെറ്റ്, അത് എനിക്ക് മാത്രം നേരം പോക്ക്, അത് അങ്ങനെ ചെയ്തൂടെ? ഓക്കെ, ആയിക്കോട്ടെ ഫുള്ള് തെറ്റ് ആയിക്കോട്ടെ, ഞാൻ ശരിയാണെന്ന് പറഞ്ഞോട് പറഞ്ഞ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കണ എന്റെ പ്രസംഗത്തിന് മാർക്കഡ് അന്വേഷിക്കണം. ഞാൻ വലിയതിന് ശരി ടിക്ക് പിന്നെ ഓരോ എപ്പിസോഡിനും ടിക്കറ്റ് ഞാൻ അന്വേഷിക്കണം. ശരിയുള്ള ഏൽപ്പിച്ചേക്കണം. ഞാൻ വിളിച്ചു ഉപദേശിക്കുന്നു, അതാണ് പ്രശ്നം. എന്നാ കുറച്ച് എനിക്ക് കുറച്ച് ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. കുറച്ച് ഉപദേശം പറഞ്ഞോണ്ടോ എന്തൊക്കെയാ വേണ്ടി ചെയ്യേണ്ടി? ഞാൻ അടുത്ത വീഡിയോ മുതൽ എന്താ ചെയ്യേണ്ടി? ഞാൻ അതിന് തന്നെ ഞാൻ പറഞ്ഞുതരാം. കാന്തപുരം നല്ലോണമെന്ന് ഞാൻ പറയില്ല, നോണ ഞാൻ പറയില്ല. വേറെ എന്തൊക്കെ ചെയ്യേണ്ടി ഓരോ ഉപദേശം പറഞ്ഞോണ്ടോ? പറഞ്ഞോണ്ടോ? ഈ സത്യം മൗല്യങ്ങളൊക്കെ എല്ലാവർക്കും അബദ്ധമാണ്. ഒരാൾ അവർ നല്ല പറയൂല. എങ്ങനെ നിങ്ങൾ ആദ്യം നല്ലത് പറയാനുള്ള ഒരു അവസരം തരാൻ പറയാം കാക്കാനോട്. എന്തെങ്കിലും നല്ലത് പറയാനുള്ള ഒരു അവസരം കാക്കാനോട് ഇപ്പൊ ചെയ്യാൻ പറയാം കാന്തപുരത്തിനോട്. എന്നാലും ഞാൻ പറഞ്ഞോളാം, നല്ലത് പറഞ്ഞോളാം. എനിക്ക് മുമ്പരെ കുറിച്ച് നല്ലത് പറയാൻ ആഗ്രഹം ചെയ്തില്ല. ഒരു അവസരം തരണ്ടേ കാക്ക? ആ കാക്ക ഒരു അവസരം തരണ്ടേ? ഓരോരാൾ അനുഭവം പറയുമ്പോൾ നിനക്ക് അതിൽ കാണുന്നില്ലേ? എന്ത് ഞാൻ അങ്ങനെ പോലെ അനുഭവം, ഞാൻ അമൃതാനന്ദമയിന്റെ അനുഭവം, പിന്നെ രവിശങ്കറിന്റെ അനുഭവം, സായിബാബാന്റെ അനുഭവം ഒക്കെ യൂട്യൂബിലുണ്ട്. അങ്ങനെ കുറെ ആത്മീയ തട്ടിപ്പുകാരെ കുറെ മനുഷ്യദൈവങ്ങളുടെ അനുഭവം ഞാൻ കാണലുണ്ട്. അതിൽ പെട്ട ഒരാളാണ് കാന്തപുരം. അതിനെന്താ എന്റെ പ്രശ്നം? പറ്റേ അടുത്ത് പറ്റേ ഉപദേശം കൊണ്ടോ ഞാൻ ഉപദേശം സ്വീകരിക്കാൻ തന്നെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഉപദേശം കൊണ്ടോ? എന്താ എന്റെ ഉപദേശം? ഒരു മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ കൊടുത്തോ? 5 മിനിറ്റ് കൊടുത്തോ? തകർക്കാൻ പറ്റിയിട്ട് കാന്തപുരത്തെ തകർക്കാൻ പറ്റിയിട്ട് ഇതിനെ പോലെ തീച്ചാളികളുടെ തീ തകർക്കാൻ പറ്റും. എങ്ങനെ എന്താ മനസ്സിലായില്ല? അതെന്താ സംഘർഷിമന്റ് ഉണ്ടാക്കിയ സാധനം അത് തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്നൊക്കെ പറയണത്? ഒരു മിനിറ്റ് 2 മിനിറ്റ് എടുത്തോ. 2 മിനിറ്റ് എടുത്തോ. 1 മിനിറ്റ് എന്റെ വകര ബോണസ് 1 മിനിറ്റ് കൊടുത്തോ. 2 മിനിറ്റ് എടുത്തോ. പറ എത്രയോ കൊല്ലങ്ങളായി അയാളെ പിറ്റേടാക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. ഞാനവരെ പറയുന്നു അയാൾക്ക് സംഭവിക്കാനുള്ള പരലോകം സംഭവിച്ചോളും. അവിടെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യൂലേ? ഇവിടെ പിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക അയാൾ കള്ളനാ ജനങ്ങളോട് പറയാന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള അയാൾക്ക് സംഭവിക്കാനുള്ള പരലോകം സംഭവിച്ചോളും. അതൊന്നും ഒരു സംഭവിക്കൂടാ. നിനക്ക് സംഭവിക്കണം. ആയിക്കോട്ടെ